ഐക്യരാഷ്ട്രസഭയിൽ പാലസ്തീന് അനുകൂലമായി വോട്ട് ചെയ്ത് ഇന്ത്യ. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടണം. ആത്യന്തികമായി ജൂതന്മാരും മുസ്ലിങ്ങളും സഹോദരങ്ങളാണ്, അബ്രഹാമിന്റെ സന്തതികളാണ്. ജൂതവംശവും അറബ് വംശവും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഒരു കാലമുണ്ടാകണം. അതിന് യാതൊരു തർക്കവും സംശയവുമില്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിന് നേതൃത്വം എടുക്കണം. നമ്മുടെ നാട്ടിൽ ഇസ്രായേൽ ഇറാനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തെ ആക്രമിക്കുമ്പോൾ മനസ്സിലെ ഇസ്ലാമോഫോബിയ കൊണ്ട് കീജെ വിളിക്കുന്നവരും, തിരിച്ച് ഇസ്രായേലിനെ ഇവരാരെങ്കിലും ആക്രമിക്കുമ്പോൾ എന്താ പറയണേ, ഒരു ഇസ്ലാമിസ്റ്റ് നേച്ചർ കാരണം കീജെ വിളിക്കുന്നവരോ ഇവരല്ല വേണ്ടത്. ഈ പലർക്കും, ഈ ഇസ്രായേലിന് കീജെ വിളിക്കുന്ന പലർക്കും ഇസ്രായേൽ ലോക മാപ്പിൽ എവിടാന്ന് പോലും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. ഞാൻ ഇസ്രായേൽ ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് ഇസ്രായേലിൽ പോയി അവിടുത്തെ പീസ് മിഷനിൽ ഭാഗമായ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 9 പേരിൽ ഒരാളായിരുന്നു. ഇസ്രായേലിന്റെ പബ്ലിക് ഡിപ്ലോമസി മിഷൻസിനെ അടക്കം ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമാധാനം ആവശ്യമാണ്, ഇസ്രായേലിനും സമാധാനം ആവശ്യമാണ്, പാലസ്തീനും സമാധാനം ആവശ്യമാണ്. നമുക്കൊരു 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പാലസ്തീൻ വിഷയത്തിൽ ഒരു ബാലൻസ്ഡ് നിലപാട് നമ്മുടെ രാജ്യം, അത് ഏത് പാർട്ടിയാണെങ്കിലും, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും, നാളെ ആപ്പ് ഭരിച്ചാലും ഇനി ഇടതുപക്ഷം വന്നാലും ആര് വന്നാലും കുഴപ്പമില്ല, സമാധാനം ലോകത്തിന് ആവശ്യമാണ്. കാര്യം മരിച്ചു വീഴുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. 100 കണക്കിന് മരിക്കുന്നത് പട്ടാളക്കാരല്ല, അത് 2 ഭാഗത്തെയും പട്ടാളക്കാരല്ല. ഹമാസിന്റെ പട്ടാളക്കാർ മരിക്കുന്നതിന്റെ 10 ഇരട്ടി കുട്ടികളാണ് മരിക്കുന്നത്. ഇസ്രായേലിൽ ആക്രമണം നടന്നപ്പോൾ അതിനും മരിച്ചത് കുട്ടികളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ഡിസംബർ 13-ന് ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലി റെസൊല്യൂഷനിൽ ഇന്ത്യ 158 രാജ്യങ്ങളോടൊപ്പം ഒരു പെർമനന്റ് സീസ് ഫയർ ഇൻ ഗസ വേണമെന്ന് പറയുന്ന റെസൊല്യൂഷൻ വോട്ട് ചെയ്തു. അഭിമാനം, സന്തോഷം, ആനന്ദം. ഇസ്രായേലും US അടക്കമുള്ള 9 രാജ്യങ്ങൾ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. അത് വളരെ പോസിറ്റീവായ ഒരു ന്യൂസാണ്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി റെസൊല്യൂഷൻ ഇമ്മീഡിയറ്റും അൺകണ്ടീഷണലും പെർമനന്റ് സീസ് ഫയറും ഗസയിൽ വേണമെന്നും ഇമ്മീഡിയറ്റ് ആൻഡ് അൺകണ്ടീഷണൽ റിലീസ് ഓഫ് ഓൾ ഹോസ്റ്റേജസ്, ഇസ്രായേലിനെ ഒരുപാട് പേര് ഹോസ്റ്റേജസ് ആയി ഹമാസിന്റെ ഇരിക്കുകയാണ്. നേരെ തിരിച്ച് മറുഭാഗത്തു നിന്നും ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ചിലരെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയി പിടിച്ചു എന്ന് വാർത്തകൾ കേൾക്കുന്നു. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അതിശക്തമായ രീതിയിൽ ഗസയിൽ സമാധാനം വേണമെന്നും അവിടെ എല്ലാ ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കണമെന്നും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. 193 മെമ്പർ ജനറൽ അസംബ്ലിയിൽ ഒരു എമർജൻസി സ്പെഷ്യൽ സെഷനിലാണ് ഡിമാൻഡ് ഫോർ സീസ് ഫയർ ഇൻ ഗസ ഇന്തോനേഷ്യയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്തോനേഷ്യ ഇന്ത്യൻ സംസ്കാരത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ്. ഇന്തോനേഷ്യയുടെ വലിയൊരു കൗതുകവും തന്നെ അതാണ്. ഈ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ള, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ സംസ്കാരം കൊണ്ട് ഇന്ത്യക്കാരാണെന്ന് പറയുന്ന ഗണപതിയുടെ കറൻസി നോട്ടുകളുള്ള, അല്ലെങ്കിൽ ഗരുഡ ഇന്തോനേഷ്യ ഇന്നും അവരുടെ ഒഫീഷ്യൽ എയർലൈൻസ് ആയിട്ടുള്ള, ലോകത്തിൽ ഏറ്റവും മനോഹരമായ രാമായണ സെലിബ്രേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇന്തോനേഷ്യ. നമ്മുടെ ഒബാമയുടെ ചെറിയ പ്രായം അവിടെയായിരുന്നു. അങ്ങനെയാണ് ഒബാമ തന്റെ ലക്കി ചാമായിട്ട് കയ്യിൽ ഒരു ചെറിയ ഹനുമാനെ, 4 കൈയുള്ള ഹനുമാനെ സൂക്ഷിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇന്തോനേഷ്യയിലെ ഈ സിൻക്രറ്റിക് ഇസ്ലാം ലോകാരാധ്യവും പ്രശസ്തവും ഒക്കെയാണ്. അങ്ങനെയാണ് ഒബാമയൊക്കെ പറയുന്നത്, ഇന്ത്യയോട് എൻ്റെ ഫാസിനേഷൻ രാമായണവും മഹാഭാരതവും മഹാത്മാഗാന്ധിയുമാണെന്നൊക്കെ. അപ്പോൾ ഇന്തോനേഷ്യയാണത് മുമ്പോട്ട് കൊണ്ടുവന്നത്. വളരെ സന്തോഷം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, പെർമനന്റ് ആയിട്ടുള്ള, അൺകണ്ടീഷണൽ സീസ് ഫയർ വേണം എന്ന അതിശക്തമായ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഗസയ്ക്ക് എല്ലാവിധ, അവിടുത്തെ സിവിലിയൻ പോപ്പുലേഷന് എല്ലാവിധ സഹായവും എത്തിക്കണം, എല്ലാവിധ പിന്തുണയും നൽകണം. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ, അത് ഇസ്രായേലിലെ കുറച്ച് ഹാർഡ് ലൈനേഴ്സ് ഉണ്ട്, ഞാൻ അവരോട് സംസാരിക്കുകയുണ്ടായി. അവരതിനെ കളിയാക്കി വിളിക്കുന്നത് 2 സ്റ്റേറ്റ് ഇല്യൂഷൻ എന്നാണ്. ഞാനപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നിങ്ങളുടെ കൂടെ വന്നവരുടെയും എല്ലാം കാഴ്ചപ്പാടായിട്ട് പറഞ്ഞു, 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആവശ്യമാണ്. ഇസ്രായേലും വേണം, പാലസ്തീനും വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടീഷണാലിറ്റീസ് ആകാം. ഇസ്രായേലിന്റെ ഇൻസെക്യൂരിറ്റി നമുക്ക് മനസ്സിലാകും. ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ചെറിയൊരു രാജ്യം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മനസ്സിലാകും. ഒരു ജെറുസലേം ഇന്റർനാഷണൽ സിറ്റി ആകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പം ഇസ്രായേലുകാരുടെ ഒരു നല്ല ഗുണം, അവർ പെട്ടെന്ന് എൻഗേജ് ചെയ്യും, കാര്യമായിട്ടൊക്കെ എൻഗേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വന്ന, നമ്മുടെ കേരളത്തിലടക്കം വന്ന ആദ്യത്തെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി നമ്മുടെ ജൂതന്മാരാണ്. നമ്മുടെ വിശ്വാസപ്രകാരം സോളമന്റെ ക്ഷേത്രം തകർത്തപ്പം തൊട്ട്, 2ാം ക്ഷേത്രം തകർത്തപ്പം തൊട്ട് ജൂതന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ 157 നേഷൻസ് പാലസ്തീനെ പിന്തുണച്ച് അവിടെ, അല്ലെങ്കിൽ പാലസ്തീന്റെ നിലപാടിനോട് ചേർന്ന് നിന്ന് വോട്ട് ചെയ്തു. 8 മെമ്പർ സ്റ്റേറ്റ്സ് ആണ്: അർജന്റീന, ഹംഗറി, ഇസ്രായേൽ, മൈക്രോനേഷ്യ, നൗറു, പലാവു, പപ്പാന്യൂഗിനിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതിന് എതിരെ നിന്ന് വോട്ട് ചെയ്തത്. കാമറൂൺ, ചെച്ചിയ, ഇക്വഡോർ, ജോർജിയ, പരാഗ്വേ, യുക്രൈൻ ആൻഡ് ഉറുഗ്വേ അബ്സ്റ്റെയിൻ ചെയ്തു. എന്നും ഓർക്കുക, സമാധാനം ഒരു വഴിയാണ്.
സമാധാനത്തിലേക്ക് മറ്റൊരു വഴിയുമില്ല, സമാധാനമാണ് വഴി എന്ന തിരിച്ചറിവ് മഹാത്മാഗാന്ധി പറയുന്ന പോലെ ഉണ്ടാകട്ടെ. ഇന്ത്യക്ക് വലിയൊരു റോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പ്ലേ ചെയ്യാൻ കഴിയും. സമാധാനം ഉണ്ടാക്കാൻ, സൗഹാർദ്ദം ഉണ്ടാക്കാൻ, സ്നേഹത്തിന്റെ പാലങ്ങൾ നിർമ്മിക്കാൻ. ഒരുപാട് വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇസ്രായേൽ അവിടെ ഒരുപാട് പേരെ എക്സസിൽ കൊലപാതകം അല്ലെങ്കിൽ കൊല്ലുകയുണ്ടായി. 40,000 പേരും അവിടെ മരിച്ചു എന്ന കാര്യം സത്യമാണ്. പ്രകോപനങ്ങളൊന്നും പശ്ചാത്തലമുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ് പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ ഇസ്രായേലിലൊരു ആക്രമണം ഉണ്ടായി. അതിൽ ഒരുപാട് പേർ, 1100ഓളം പേർ കൊല്ലപ്പെട്ടു. ഒരുപാട് ഹോസ്റ്റേജസ് ഉണ്ടായി. അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെയുണ്ട്. പക്ഷേ എബ്രഹാമിന്റെ സന്തതികളാണ് എന്നുള്ള തിരിച്ചറിവിൽ ജൂതന്മാരും മുസ്ലിങ്ങളും, മതപരമായി ജൂതന്മാരും മുസ്ലിങ്ങളും, വംശപരമായി യഹൂദികളും അല്ലെങ്കിൽ യഹൂദന്മാരും ജൂതന്മാരും അറബികളും തമ്മിൽ ഒരു സമാധാനം ഉണ്ടാകണം. ന്യൂവാൻസസ് ഒക്കെ പലതും ഉണ്ടാകാം. പക്ഷേ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമാണ് മുമ്പോട്ടുള്ള വഴി. അതിൻ്റെ സമാധാനത്തിന് സപ്പോർട്ട് ചെയ്യാൻ നമുക്കാകട്ടെ. എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല. അങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടാകുമ്പോൾ മഴയായി പെയ്ത് അതിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാ ഇസ്രായേലിലെയും എല്ലാ പാലസ്തീനിലെയും കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ഗോഡ് ബ്ലെസ്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.